ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ടോ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇട്ടിട്ട് ഇങ്ങനെ പോകുമെന്നല്ലാതെ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. വേറൊന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്കും മക്കൾക്കും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ നമ്മൾ വയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് മൈൻഡിൽ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഏകദേശം റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. അല്ലറ ചില്ലറ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ബസ്സിലുള്ളൊരു യാത്രയാണ്. മണ്ണാർക്കാട്ടിലൊക്കെയാണ് കേട്ടോ. കാരണം നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും വേണ്ടപ്പെട്ടൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ് കോഡ് എന്ന് കണക്കാക്കിയിട്ടാണ് പോയത്. മണ്ണാർക്കാട് ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ സാമിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു റെഡിമെയ്ഡായിട്ട് കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി വരാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് പർച്ചേസിങ്ങിൻ്റെ നമ്മൾ പോയ പാടെ എല്ലാവർക്കും സെറ്റാവില്ലല്ലോ. നമ്മൾ ഒരെണ്ണം എടുക്കാനൊക്കെ പോവുകയാണെങ്കിലല്ലേ അങ്ങനെ കിട്ടാറുള്ളൂ. പിന്നെ അവിടെ നിന്ന് സെറ്റായില്ല. അപ്പം നമ്മൾ ശരി എന്നാൽ സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിലോട്ട് പോയിട്ടു. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഏകദേശം കണക്കാക്കി വരുമ്പോൾ അവിടെ നിന്ന് സെറ്റായില്ല. അങ്ങനെ ഏകദേശം മണ്ണാർക്കാടുള്ള എല്ലാ കടകളും അരിച്ച് പെറുക്കിയിട്ടോ. പിന്നെ അതാപ്പോഴേക്കും അമ്മായിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ നേരെ ഞാനും അമ്മായിൻ്റെ മോളുമായിട്ടാണ് ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ പിന്നെ നേരെ എൻ്റെ താത്താൻ്റെ മോളുടെ വീട്ടിലേക്ക് പോയിട്ടോ. അവരുള്ള മണ്ണാർക്കാട്ടേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉമ്മയും ഇപ്പോഴൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ അവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങളെ കണ്ടത് ഉമ്മ വേഗം ഫുഡൊക്കെ റെഡിയായത് എടുത്തു വെക്കട്ടെ കൊണ്ടുപോയി. അപ്പോൾ നല്ല നെയ്ച്ചോറും ആടുകുറുമ, ചില്ലി പൊരിച്ചത്, ബീഫ് വരട്ടിയത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ പരാഗ് എന്ന മണ്ണാർക്കാട്ടിലെ അതേ ഷോപ്പിലേക്ക് തന്നെ വീണ്ടും വന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള റണ്ണിങ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പർച്ചേസിങ് ഡേ 1ത്തെ വിശേഷങ്ങളാണിത്. അങ്ങനെ ഒരു ബ്രദറിൻ്റെ കൂടെ വന്നു. ഞങ്ങളെ പകുതിയിൽ വേറെ ബ്രദർ വന്ന് പിക്ക് ചെയ്തിട്ട് പോയിട്ട് വേറെ അമ്മായിൻ്റെ മോൻ തന്നെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ള ഐറ്റംസൊക്കെ നമ്മൾ അന്ന് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഏകദേശം ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹിസമോളിനൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവരിനൊക്കെ ആയിട്ട് പോയാൽ നമ്മളെ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ലേറ്റായി. അതുപോലെ മക്കളെയും നമ്മൾ ഇടങ്ങാറാക്കണ്ടല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലിരിക്കണത് നല്ലതല്ലേ. നമ്മളെപ്പോഴും ഇതായിട്ട് ഇരിക്കണേയും കാട്ടി ഇടയ്ക്കൊന്ന് വിട്ടിരിക്കണ ഒരു ഇതല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതാ വീടെത്തി ആളിനെ കാണണമെന്നില്ല കേട്ടോ. കാരണം നല്ല ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ആൾ വെയിറ്റ് ചെയ്ത് ഉമ്മർത്തന്നെ നിൽക്കണേട്ടോ. അപ്പോൾ ആൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ ആൾ സെറ്റായി കേട്ടോ. ഇത് വന്നിട്ട് ഡേ 2 കേട്ടോ. അവിടെ നിന്ന് നമ്മൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടോ. മണ്ണാർക്കാട്ടിലേക്ക് തന്നെ പോയത്. അതും ബസ്സിൽ തന്നെയാണ് കേട്ടോ പോയത്. കാരണം ഈ ആണുങ്ങളിലായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കടയിൽ നിന്ന് പോയി അടുത്ത കടയിൽ പോയി കുറേ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നവരെ നമ്മൾ നടക്കുമല്ലോ. അപ്പോൾ അത് കിട്ടണ വരെ നടക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ്സിന് പോയി. ഇന്ന് ഞാനും എൻ്റെ അനിയത്തികളായിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ നേരെ പോയതും ഫസ്റ്റ് പോയി ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് കഴിച്ചു കേട്ടോ. ഈ മക്കളിനായിട്ട് പോകുമ്പോഴേ ആദ്യം അവരുടെ വയറൊന്ന് ഫില്ലാക്കാതെ എന്നാൽ നമ്മൾ അവിടെ പോയി പിന്നെ തിരയാനൊന്നും അയക്കില്ല കേട്ടോ. എന്നിട്ട് തന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഭ്രാന്തായിട്ടുണ്ട്. കാരണം ഈ ചെറിയ പൊടീസിനെയും കൊണ്ട് പോയിട്ട്. അപ്പോൾ ഇതാ ഓരോ പപ്സും അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിംഗ് മാളിലോട്ട് വീണ്ടും കയറിയിട്ടോ. പിന്നെ അഫിമോനും ഉള്ളത് കൊണ്ട് കുറേ നേരമൊക്കെ കുട്ടികളെ ആൾ മാറിയിട്ടൊക്കെ നോക്കി. നമ്മൾ ഉദ്ദേശിച്ച കളറിലുള്ള മെറ്റീരിയൽ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടിട്ടോ. പിന്നെ നമുക്ക് ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ കുട്ടികളൊക്കെ നല്ല കരച്ചിലായി. പിന്നെ അവിടെ ഉള്ള ആൾ വാപ്പാക്ക് അറിയുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് അവിടെ നമുക്ക് ചായയും സ്നാക്സൊക്കെ അവിടെ റെഡിയാക്കി തന്നു. ഫുഡ് കഴിക്കാതെ വന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നാണ് ഇത്ര നേരമായിട്ട് കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ കുട്ടികളായിട്ട് ഫുഡ് കഴിക്കാണ്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നമുക്ക് സ്നാക്സും ചായയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഒരുവിധം കിട്ടിയതൊക്കെ ഒരുവിധം പർച്ചേസിങ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിലോട്ട് യാത്ര ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും നമ്മൾ ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം വൈകുന്നേരമായിട്ട് ഒരു 5:30
ആ ടൈമൊക്കെ ആയി. അപ്പോൾ ഇതാ മണ്ണാർക്കാട്ടിൽ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ബസ്സിൽ കയറുന്ന ടൈമിലൊന്നും വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ സമാധാനപരമായി അതെടുത്തിട്ട് വന്നു. ഇത് ഷോപ്പിംഗ് ഡേ 3 പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങൾ വിട്ടിട്ട് പോയെടുത്താണ് കേട്ടോ. പിന്നെ ഇത് മേരിക്കുള്ള ഷോപ്പിംഗ് ചെയ്യാനുള്ളത് പോയതിൻ്റെയാണ്. അപ്പോൾ അത് നമ്മൾ പോയത് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളതൊക്കെ ഏകദേശം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അവർക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അതേ കളർ നോക്കിയിട്ട് സംഭവം കിട്ടിയില്ല. പിന്നെ അത് ലാസ്റ്റ് ഓർഡർ കൊടുത്ത് വരുത്തിക്കാന്ന് വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കല്യാണ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടിൻ്റെ ഡ്രസ്സും ഗോൾഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഏകദേശം രാത്രി നല്ലോണം ടൈമായിട്ട് പിന്നെ അതാവുന്ന അതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോഴേക്കും നല്ല കോഫി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും നമ്മൾ വന്നു കേട്ടോ. ഇനി ഇത് വന്നിട്ട് പിന്നെ എവിടേക്കാണ് ബസ്സിന് പോയി പഠിച്ചോണേ അതെനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസം മുന്നുള്ള വീഡിയോ ആയതുകൊണ്ട്. പിന്നെ ഇനി കുട്ടികൾക്കുള്ള മോൻക്കുള്ള ഷർട്ട് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മോൻക്ക് അതാ ചെരുപ്പ് വാങ്ങാനുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കല്യാണം വേറൊരു വീട്ടിലാണെങ്കിലും നമ്മൾക്ക് എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ ആ തലേ ദിവസം വരെയും പോയി പർച്ചേസ് ചെയ്താലും കഴിയാത്ത അത്ര തിരക്ക് നമ്മൾക്കുണ്ടാവും. കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മൾ കല്യാണത്തിലൊക്കെ ഒന്ന് പോയി പർച്ചേസിങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് കയറിയതാ കേട്ടോ. പാലക്കാട് പോയപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ല. പിന്നെ അതെനിക്ക് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ഇതാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചതാണ് കേട്ടോ. എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാണ്, അത് നടന്നില്ല. അപ്പോൾ ഞാൻ മോൾക്കായിട്ട് എടുത്തതാണ് കേട്ടോ ഇത്, ഈ ഒരു കൈമൊഞ്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി നമ്മളെന്തായാലും കല്യാണത്തിനായിട്ട് ഒരുങ്ങില്ല. അപ്പോൾ അതെല്ലാം പാടെ ഒന്ന് സെറ്റാക്കി എടുത്തു. കുറച്ച് ഗോൾഡ് കൊടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊട്ടിയതും പിടിച്ചൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടും പിന്നെ നമ്മൾ കുറച്ച് പൈസ കെട്ടി വെച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാടായിട്ട് അങ്ങനെ ഇതാക്കി. ഇനി മോളുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിന്ന് പ്രാവശ്യം കൊണ്ടുപോയതൊരു ബ്യൂട്ടി പാർലറിലാണ്. കാരണം ഞാനിവിടെ ഞാൻ സ്ഥിരമായിട്ട് മോളിന് ഹെയർ കട്ട് ചെയ്യുന്ന അവിടുത്തെ ആ ഒരു ലീവായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്കിന്നൊന്ന് ഇവിടെ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നിട്ട് കോങ്ങാട്ടിൽ നിന്നാണ് കേട്ടോ ചെയ്തത്. കോങ്ങാട് എലഗൻ ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ടാണ്. നല്ല ഇതായിട്ട് തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ആളാദ്യമായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതെന്ത് സംഭവം എന്നറിയാതെ ആൾക്ക് ഭയങ്കര പേടിയാണ് തല നനച്ച് കുളിക്കണത്. എന്നാലും ആളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഫുൾ ലെങ്തി ആയി പോകണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് എന്തൊക്കെ സംഭവങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇത്രയും ലെങ്തി ആയിട്ടൊരു വീഡിയോ ഇട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അത് നന്നായി തുടച്ചൊക്കെ സെറ്റാക്കി കൊടുത്തു. ഞാളെ മുടി വെട്ടാൻ എത്തിയതാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചേച്ചി കരയുന്നുള്ളത്, പിന്നെ എന്തോ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടും പിന്നെ ആ ചേച്ചി വരുന്ന പറയുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ആൾ കരയാതെ അങ്ങനെ ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതിൽ കുറേ വീഡിയോ ക്ലിപ്പിങ്സ് എങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ തോന്നുന്നു കുറേ വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.